നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ ഉത്തരാർദ്ധിലുള്ള രണ്ടാമത്തെ പേപ്പറിൽ ഭാഷാവിജ്ഞാൻ പ്രവേശ് എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഭാഷാവിജ്ഞാൻ പ്രവേശ് എന്നുള്ളതിൽ നിന്നും എഴുതാനായി വരുന്നത്, അതിൽ നിന്നും എസ്സേ എഴുതാനുണ്ട്, കൂടാതെ ടിപ്പണിയാം എഴുതാനുണ്ട്. ഇതിലെ ആദ്യത്തേതും രണ്ടാമത്തേതും ഈ ബുക്കിലുള്ളതിൽ ഓരോന്നിലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പ്രകാരമായിരിക്കും. 1നും 2നും ഒരേ ഉത്തരം, അതുമാതിരി 4, 5, 6 അതിനൊക്കെ ഒരേ ഉത്തരം തന്നെയായിരിക്കും. ഇതൊന്ന് പഠിച്ചാൽ ഈ 2 ചോദ്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയും. भाषा विज्ञान की परिभाषा देते हुए उसकी विषय वस्तु का विवेचन कीजिए. भाषा विज्ञान की परिभाषा, विषय वस्तु एवं विशेषताओं का विवेचन कीजिए. ഭാഷാ വിജ്ഞാനെ കുറിച്ചുള്ള പരിഭാഷയും അതിൻ്റെ വിഷയവസ്തുവിനെക്കുറിച്ചും എഴുതുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഭാഷാ വിജ്ഞാൻ की പരിഭാഷ, വിഷയവസ്തു കൂടാതെ അതിൻ്റെ വിശേഷതകളെക്കുറിച്ച് എഴുതുക. പ്രസ്താവന. മനുഷ്യ की വിശേഷതാവോ में ഭാഷ भी एक है. മനുഷ്യൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്, അതിലെ പ്രമുഖ സ്ഥാനം ഭാഷയ്ക്കുണ്ട്. മനുഷ്യ സാമാജിക് പ്രാണി ഹെ. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമാജ് के बिना वह कभी सुखमय जीवन अपना नहीं सकता है. സമൂഹം ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും സുഖമയമായ ജീവിതം സ്വീകരിക്കാൻ കഴിയില്ല. ഭാഷ ഹി മനുഷ്യക്കോ ഏക് ദൂസരെ സെ ജോഡ്താ ഹെ. ഈ ഭാഷ എന്നുള്ളതാണ് മനുഷ്യനെ മറ്റൊരാളുമായി കൂട്ടിക്കണക്കുന്ന കണ്ണി. ഭഗവാൻ ഭാവനാവോം കി ആദാൻ പ്രദാൻ ഭാഷ മാത്ര സംഭവ ഹെ. ഭാവനകളുടെ കൊടുക്കൽ, ആദാൻ പ്രദാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത്, അത് ഭാഷയിലൂടെ മാത്രം നടക്കുന്നതാണ്. ഭാഷ സേ ഹി മനുഷ്യ അപ്നെ വിചാരോം കോ വ്യക്ത് കർ സക്താ ഹെ. ഭാഷയിലൂടെയാണ് മനുഷ്യൻ നമ്മളുടെ ചിന്തകളെയെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഭാഷ സേ ഹി സമാജ് ബൻതാ ഹെ. ഭാഷയിൽ നിന്നും സമൂഹം ഉണ്ടാകുന്നു. സമാജ് സേ സംസ്കൃതി, സഭ്യത ആദി വികസിത് ഹോത്തി ഹെ. സമൂഹത്തിൽ നിന്നാണ് സംസ്കാരം തുടങ്ങിയവയെല്ലാം ഉടലെടുക്കുന്നത്. മനുഷ്യക്ക് ജീവൻ മേ ഭാഷ കാ പ്രമുഖ സ്ഥാൻ ഹെ. മനുഷ്യ ജീവിതത്തിൽ ഭാഷയ്ക്ക് വളരെ വലിയൊരു പങ്കാണ് ഉള്ളത്. ഭാഷാ വിജ്ഞാൻ किसी विषय के बारे में विशेष ज्ञान देने वाले शास्त्र को विज्ञान कहते हैं. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു അറിവ് പകർന്നു തരുന്ന ശാസ്ത്രത്തെ നമ്മൾ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്നുള്ള പേരിൽ പറയപ്പെടുന്നു. ഭാഷാ വിജ്ഞാൻ ഭാഷാസെ സംബന്ധിച്ച് സാരേ വിവരം പ്രദാൻ കർത്താ ഹെ. ഭാഷാ വിജ്ഞാനിലൂടെ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും നമ്മൾക്ക് ചിത്രീകരിച്ചു തരുന്നു. ഭാഷാ സംബന്ധി വിശേഷജ്ഞാൻ പ്രസ്തുത കർത്താ ഹെ. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക അറിവ് ചിത്രീകരിക്കുന്നു. ഭാഷാ की उत्पत्ति से लेकर उसका गठन, प्रकृति तथा विकास के बारे में विशिष्ट ज्ञान प्रदान करता है. ഭാഷയുടെ ഉത്പത്തി, ഉറവിടം തുടങ്ങി അതിലെ കൂട്ടിക്കലക്കുക, അതിൻ്റെ പ്രകൃതി എന്താണ്, അതിൻ്റെ വികാസം എന്താണ്, ഇതിനെക്കുറിച്ചുള്ള വിശിഷ്ടമായ അറിവാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഭാഷാ സെ സംബന്ധിത സഭി സിദ്ധാന്തവും കെ സാത്ത് നിയമവും കാ വിശിഷ്ട വർണ്ണൻ ഭാഷാ വിജ്ഞാൻ പ്രദാൻ കർത്താ ഹെ. ഭാഷയിലെ സംബന്ധമായിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ നിയമങ്ങളുടെ ഒരു വിശിഷ്ടമായ വർണ്ണനയും ഭാഷാ വിജ്ഞാനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നു. ഭാഷാശാസ്ത്രക്കോ വിദ്വാൻ ഭാഷാ വിജ്ഞാൻ കെ നാം സെ ജാനത്തെ ഹെ. ഭാഷാശാസ്ത്രത്തെ വിദ്വാൻ ഭാഷാ വിജ്ഞാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഭാഷാ സെ സംബന്ധിത് സാരേ വിവരൺ പ്രസ്തുത കർണേവാല വിജ്ഞാൻ ഭാഷാ വിജ്ഞാൻ कहते हैं. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും ചിത്രീകരിക്കുന്നതിനെ നമ്മൾ ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നു. ഭാഷാ വിജ്ഞാൻ ഭാഷാ കാ സമ്പൂർണ്ണ വിവരൺ ദേത്താ ഹെ. ഈ ഭാഷാ വിജ്ഞാനിലൂടെ നമ്മൾക്ക് ഭാഷയുടെ മുഴുവൻ വിവരണങ്ങളും ലഭിക്കുന്നു. ഭാഷാ വിജ്ഞാൻ की विषय वस्तु. ഭാഷാ വിജ്ഞാൻ ഹർ രൂപ് സെ ഭാഷാ സെ സംബന്ധിത് ഹെ. ഭാഷാ വിജ്ഞാൻ എല്ലാ രീതിയിലും ഭാഷയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഭാഷാ സെ സംബന്ധിത് ഹർ വിഷയ ഇസ്സെ സംബന്ധിത്. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഭാഷാ വിജ്ഞാൻ സമ്പൂർണ്ണ രൂപ സെ ഭാഷാ സെ സംബന്ധിത് ഹെ. ഈ ഭാഷാ വിജ്ഞാൻ എന്നുള്ളത് മുഴുവൻ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഭാഷയെ മാത്രം ബന്ധമായിട്ടുള്ളതാണ്. ഭാഷാ के आरंभ से लेकर उसके संपूर्ण इतिहास के साथ विकास पर भी प्रकाश डालना भाषा विज्ञान का क्षेत्र बनता है. ഭാഷയുടെ ആരംഭം തുടങ്ങി മുഴുവൻ ചരിത്രത്തോടൊപ്പം തന്നെ വികാസത്തെക്കുറിച്ചും ഇതിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. किसी भी भाषा की उत्पत्ति, उसके ध्वनि संगीत, शब्द रूप, वाक्य रचना, व्याकरण आदि के साथ उसके अर्थ रूप पर होने वाले परिवर्तन पर भी प्रकाश डालना भाषा विज्ञान का विषय बनता है.
ഭാഷാവിജ്ഞാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയുടെ ഉത്പത്തിയിൽ തുടങ്ങി അതിൻ്റെ ധ്വനി, ശബ്ദം, രൂപം, വാക്യരചന, വ്യാകരണം, അതിൻ്റെ ഗ്രാമർ, അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥത്തിൻ്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാത്തെയും കുറിച്ച് ഈ ഭാഷാവിജ്ഞാൻ വിഷയമായി തീരുന്നു. ഭാഷാവിജ്ഞാൻ കാ ക്ഷേത്ര കാഫി വിശാൽ ഹി. ഈ ഭാഷാവിജ്ഞാൻ്റെ മേഖല എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്, വിശാലമായി കിടക്കുന്ന ഒന്നാണ്. एक भाषा के संपूर्ण ज्ञान देने के साथ साथ एक भाषा का दूसरी भाषा से तुलनात्मक अध्ययन करने में भी यह काम आता है. ഒരു ഭാഷയുടെ സമ്പൂർണമായ അറിവ് നേടുന്നതോടൊപ്പം തന്നെ ആ ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയുമായി താരതമ്യം ചെയ്യാനുള്ള പഠനവും കൂടി ഇതിൽ ഉപയോഗിക്കപ്പെടുന്നു. ഭാഷാ സെ സംബന്ധിത ഹർ വിഷയ പർ ഭാഷാ വിജ്ഞാൻ പ്രകാശ് ഡാൽത്താ ഹെ. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും ഈ ഭാഷാ വിജ്ഞാനിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഭാഷാ വിജ്ഞാൻ കിസി ബി ഭാഷയ്ക്ക് ആത്മകഹാനി ഹെ. ഭാഷാ വിജ്ഞാൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭാഷയുടെ ആത്മകഥയായിരിക്കാം. इसे जान लेने से कोई उस भाषा से संबंधित सारे विषयों को जान सकता है. ഇത് തിരിച്ചറിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും കുറിച്ച് നമ്മൾക്ക് അറിയുവാനായി കഴിയുന്നു. ഭാഷാ വിജ്ഞാൻ ക മഹത്വ. ഈ ഭാഷാ വിജ്ഞാൻ്റെ പ്രത്യേകത എന്താണ്? ഭാഷാ വിജ്ഞാൻ കിസി ബി ഭാഷ का वैज्ञानिक अध्ययन करने में सहायक सिद्ध होता है. ഭാഷാ വിജ്ഞാൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭാഷയുടെ ശാസ്ത്രീയമായിട്ടുള്ള പഠിപ്പിനെക്കുറിച്ച് ഉപയോഗിക്കപ്പെടുന്നു. ഭാഷയ്ക്ക് ആരംഭ സേ ഉസ്മേ സാരേ പരിവർത്തൻ പർ ഹം ജ്ഞാൻ പാ സക്തേ ഹെ. ഭാഷയുടെ ആരംഭത്തിൽ തുടങ്ങി മുഴുവനായിട്ടുള്ള ആ മാറ്റത്തിൽ അറിവ് നേടാൻ കഴിയുന്നു. സമയ പർ ഭാഷാമേ ബി പരിവർത്തൻ കോ സ്ഥാൻ ഹെ. അതാത് സമയങ്ങളിൽ ഭാഷയുടെ പരിവർത്തനത്തിന് സ്ഥാനമുണ്ട്. ഇൻ സബി പരിവർത്തനവും കോ ഹം ഭാഷാ വിജ്ഞാൻ കെ സഹാരെ സമജ് സക്തേ ഹെ. ഈ എല്ലാ മാറ്റങ്ങളും നമ്മൾക്ക് ഭാഷാ വിജ്ഞാനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഭാഷാ വിജ്ഞാൻ കെ ബിനാ യ സാരി ബാത്തേം ഹമേം സമജ് മേ നഹി ആയേഗി. ഭാഷാ വിജ്ഞാൻ കൂടാതെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭാഷാ വിജ്ഞാൻ സെ ഹം നിമ്നലിഖിത വിഷയം കോ സമ്പൂർണ്ണ രൂപ സെ സമജ് സക്തേ ഹെ. ഭാഷാ വിജ്ഞാനെ താഴെ പറയുന്ന ഈ വിഷയങ്ങളിലൂടെ നമ്മൾക്ക് മുഴുവനായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഭാഷാ വിജ്ഞാൻ ഭാഷാക്കി ഉത്പത്തി, ഉസ്കി ബനാവട്ട്, ഉസ്കി വികാസ് തഥാ ഉസ്കി ഹാസ് की वैज्ञानिक व्याख्या करता है. ഭാഷാ വിജ്ഞാൻ ഭാഷയുടെ ഉത്പത്തി, അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ വികാസം തുടങ്ങിയ എല്ലാ മേഖലയും ശാസ്ത്രീയമായ രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത്. ഭാഷാ വിജ്ഞാൻ की വിശേഷത. ഭാഷാ വിജ്ഞാൻ की सीमा अकथनीय है. ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് പറയാൻ കഴിയാത്തതാണ്. ഭാഷാ വിജ്ഞാൻ का क्षेत्र निसंदेह व्यापक है. ഇതിൻ്റെ ആ മേഖല എന്ന് പറയുന്നത് സംശയമില്ലാതെ തന്നെ പറയാം വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഇസ്സെ അനേക് ലാഭ് ഹെ. ഇതിൽ ധാരാളം ലാഭം ഉണ്ട്. ഭാഷാ വിജ്ഞാൻ മാതൃസേ ഹം അനേക് വിഷയക്കോ ജാൻ സക്തേ ഹെ. ഭാഷാ വിജ്ഞാനിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ നമ്മൾക്ക് അറിയാനായി കഴിയുന്നു. ഭാഷാ വിജ്ഞാൻ സേ മാലൂം ഹുവാ ഹെ കി ഭാഷ പൈതൃക സമ്പത്തി നഹി ഹെ. ഇതിൽ നിന്നും മനസ്സിലാക്കാനായി കഴിയുന്നതാണ് ഭാഷ പൈതൃകമായ സമ്പത്തിയല്ല, പരമ്പര ആയിട്ടുള്ളതല്ല. ഭാഷ ബച്ചേസെ സീക്കി ജാത്തി ഹെ. കുട്ടികളിൽ നിന്നും പഠിക്കുന്നു. ഭാഷ ആർജിത സമ്പത്തി ഹെ. ഭാഷ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ സ്വീകരിച്ച് പഠിക്കുന്നതാണ്, അതല്ലാതെ അതൊരിക്കലും പരമ്പരാഗതമായിട്ടുള്ളൊരു സമ്പത്ത് അല്ല. ക്യോंकि ഭാഷ अपने प्रयास के कारण ही ഭാഷ को सीखता है और बोलता है. എന്തുകൊണ്ടെന്നാൽ ഭാഷ നമ്മളുടെ പരിശ്രമത്തിലൂടെ മാത്രം പഠിക്കുവാനും സംസാരിക്കാനും കഴിയുന്ന ഒന്നാണ്. ഭാഷ സാമാജിക് വസ്തു ഹെ. ഭാഷ എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു വസ്തുവാണ്. സമാജമേ രഹനേക്ക് കാരണം ഭാഷ കാ പ്രयोग മനുഷ്യ കർത്താ ഹെ. സമൂഹത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഷയുടെ പ്രയോഗം മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഭാഷ പരമ്പരാഗത ഹെ. അനേക് വംശം കി ഭാഷ കാ പ്രयोग കർത്താ രഹാ ഹെ. വളരെയധികം ആ ഭാഷ ഉപയോഗിക്കപ്പെടുന്നു. ഭാഷ അക്കേലെ വ്യക്തി കഹി നഹി ഹെ. ഒരു വ്യക്തിക്ക് മാത്രമായിട്ടുള്ളതല്ല ഭാഷ. ഭാഷ പരിവർത്തനശീൽ ഹെ. ഭാഷ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. വ സദാ കഠിനായി സെ സരളത കി ഓർ ജാതി ഹെ. എപ്പോഴും ഭാഷ എന്ന് പറയുന്നത് കഷ്ടത്തിൽ നിന്നും എളുപ്പത്തിലേക്കാണ് പോവുക. ഐസെ ബഹുത് സാരി ബാത്തെ ഭാഷാ വിജ്ഞാൻ കി പാഠക് തക് പഹുഞ്ച ജാതാ ഹെ. ഇപ്രകാരം വളരെയധികം കാര്യങ്ങൾ ഭാഷാ വിജ്ഞാനിലൂടെ വായിക്കുന്നവരിലേക്ക് എത്തിച്ചേർക്കാനായി കഴിയുന്നു. ഇസ്ലിയെ ഭാഷാ വിജ്ഞാൻ ക അപ്നാ അലഗ് മഹത്വ ഹെ. അതിനാൽ ഭാഷാ വിജ്ഞാൻ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായ മഹത്വമാണ് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം, ज्ञान विज्ञान के विविध क्षेत्र भाषा विज्ञान को किस प्रकार प्रभावित करते हैं.
ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ആ വിവിധ മേഖലകളിൽ ഭാഷാവിജ്ഞാൻ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നത്? വിവേചൻ കീജിയെ. മനുഷ്യക്ക് വിശേഷതാവും ഭാഷ ബി ഏക് ഹേ. മനുഷ്യൻ്റെ വിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷ. മനുഷ്യ സാമാജിക് പ്രാണി ഹേ. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമാജിക്ക് ബിനാ വ കബി സുഖമായി ജീവൻ അപ്നാ നഹി സക്ത. സമൂഹമില്ലാതെ മനുഷ്യൻ ഒരിക്കലും അതിന് സുഖമായി ജീവിക്കാൻ കഴിയില്ല. ഭാഷ ഹി മനുഷ്യക്കോ ഏക് ദൂസരെ സെ ജോഡ്തേ ഹേ. ഭാഷ ഒരാൾ മറ്റൊരാളുമായി കൂട്ടിക്കലർത്തുന്നു. ഭാവനാവും കി ആദാൻ പ്രദാൻ ഭാഷ മാത്ര സെ സംഭവ ഹേ. ആ ഭാവനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കുന്നതിന് വേണ്ടി ഭാഷ ആവശ്യമായി വരുന്നു. ഭാഷാ സെ ഹി മനുഷ്യ അപ്നെ വിചാരോം കോ വ്യക്ത കർ സക്ത. ഭാഷ മനുഷ്യൻ്റെ ചിന്തകളെ വ്യക്തമാക്കുന്നതിന് ഉപകരിക്കുന്നു. ഭാഷാ സെ ഹി സമാജ് ബൻത. ഭാഷ കാരണമാണ് സമൂഹം ഉണ്ടാകുന്നത്. സമാജമേ സംസ്കൃതി സഭ്യത ആദി വികസിത. സമൂഹത്തിലുള്ള സംസ്കാരത്തെ എല്ലാം വികസിപ്പിക്കുന്നതിന് ഉപകാരപ്പെടുന്നു. മനുഷ്യക്ക് ജീവൻ മേ ഭാഷ കാ പ്രമുഖ സ്ഥാൻ ഹേ. മനുഷ്യ ജീവിതത്തിൽ ഭാഷയ്ക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. ഭാഷാ വിജ്ഞാൻ किसी विषय के बारे में विशेषण देने वाले शास्त्र को विज्ञान कहते हैं. ഭാഷാ വിജ്ഞാൻ ഭാഷാമേ സംബന്ധിച്ച് സാരേ വിവരൺ പ്രദാൻ കർത്തേ ഹേ. ഏതെങ്കിലും ഒരു വിശേഷമായ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ശാസ്ത്രത്തെ നമ്മൾ അറിവ് എന്ന് പറയുന്നു, സയൻസ് എന്ന് പറയുന്നു. ഭാഷാ വിജ്ഞാൻ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള വിവരണമാണ് തരുന്നത്. ഭാഷാ സംബന്ധി വിശേഷണം പ്രസ്തുതകർത്ത. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകമായ അറിവ് ചിത്രീകരിക്കുന്നു. ഭാഷാ की उत्पत्ति से लेकर उसका गठन प्रकृति तथा विकास के बारे में विशिष्ट स्थान प्रदान करता है. ഭാഷയുടെ ഉത്പത്തിയിൽ തുടങ്ങി അതിൻ്റെ കൂട്ടിച്ചേർക്കൽ, പ്രകൃതി, വികാസം തുടങ്ങിയ വിശിഷ്ടമായ ഒരറിവാണ് ഇതിലൂടെ പ്രദാനം ചെയ്യുന്നത്. സഭി സിദ്ധാന്തവും കെ സാത്ത് നിയമവും കാ വിശിഷ്ട വർണ്ണൻ. നിയമങ്ങളുടെ പ്രത്യേക വർണ്ണൻ ഭാഷാ വിജ്ഞാൻ ചെയ്യുന്നു. ഭാഷാ शास्त्र को विद्वान भाषा विज्ञान के नाम से जानते हैं. भाषा से संबंधित सारे विवरण प्रस्तुत करने वाले विज्ञान भाषा विज्ञान कहते हैं. ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും ചിത്രീകരിക്കുന്നതിനെ ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നു. ഭാഷാ വിജ്ഞാൻ ഭാഷാക്ക സമ്പൂർണ്ണ വിവരണം, മുഴുവൻ വിവരണം തരുന്നു. ഭാഷാ വിജ്ഞാൻ और സാഹിത്യം. ഭാഷാ വിജ്ഞാനും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. ഭാഷാ വിജ്ഞാൻ और സാഹിത്യ का गहरा संबंध है. വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. किसी भी भाषा के विकास का ज्ञान उसके साहित्य से पा सकते हैं. ഏതെങ്കിലും ഒരു ഭാഷയുടെ വികാസത്തിൻ്റെ അറിവ് സാഹിത്യത്തിലൂടെ നേടിയെടുക്കാനായി കഴിയുന്നു. സാഹിത്യ को सही रूप से अनुकरण करने पर भाषा का सही ज्ञान हमें मिलेगा. സാഹിത്യത്തിൻ്റെ ശരിയായ രൂപം നമ്മൾ അനുകരിക്കുന്നത് കൊണ്ട് ഭാഷയുടെ ശരിയായ അറിവ് നമ്മൾക്ക് ലഭിക്കുന്നു. इसलिए ഭാഷാ വിജ്ഞാൻ और സാഹിത്യ का गहरा संबंध है. അതിനാൽ ഭാഷാ വിജ്ഞാനും സാഹിത്യത്തിനും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. സാഹിത്യക്ക് ബിനാ ഭാഷാ വിജ്ഞാൻ കാ കാം ചൽ നഹി സക്ത. സാഹിത്യമില്ലെങ്കിൽ ഭാഷാ വിജ്ഞാൻ്റെ പ്രവൃത്തി ഒരിക്കലും നടക്കുകയില്ല. ഭാഷാ വിജ്ഞാൻ और വ്യാകരൺ. അടുത്തത് ഭാഷാ വിജ്ഞാനും ഗ്രാമറും തമ്മിലുള്ള, വ്യാകരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഭാഷാ വിജ്ഞാൻ और വ്യാകരൺ കാ സംബന്ധ അടൂട്ട് ഹേ. ഭാഷാ വിജ്ഞാനും വ്യാകരണവും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. വ്യാകരൺ ഭാഷാ के स्वरूप को स्पष्ट करते हुए बिना गलती के शुद्ध रूप से लिखने तथा समझने का ढंग लिखता है സിക്കാത്ത ഹേ. ഭാഷാ വിജ്ഞാൻ എന്ന് പറയുന്നത് വ്യാകരണത്തിൻ്റെ ആ ഭാഷയുടെ സ്വരൂപത്തിൽ സ്പഷ്ടമാക്കുന്നത് കൂടാതെ തെറ്റിനെ ശുദ്ധമായ രൂപത്തിൽ എഴുതുവാനും മനസ്സിലാക്കുവാനുള്ള രീതിയാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഭാഷാ വിജ്ഞാൻ കിസി ബി ഭാഷാ കെ വ്യാകരൺ കാ ഇതിഹാസ് ബതാത്ത ഹേ. ഭാഷാ വിജ്ഞാൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭാഷയുടെ വ്യാകരണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. വ്യാകരൺ ക്യാ കാ ഉത്തരൻ ദേത്താ ഹേ. ഭാഷാ വിജ്ഞാൻ ക്യോം കാ ഉത്തർ ദേത്താ ഹേ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വ്യാകരൺ എന്ത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം തരുന്നു. ഭാഷാ വിജ്ഞാൻ ക്യോം എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് തരുന്നത്. ഭാഷാ വിജ്ഞാൻ और മനോവിജ്ഞാൻ. ഭാഷാ വിജ്ഞാനും മനോവിജ്ഞാൻ സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം. ഭാഷാ വിജ്ഞാൻ और മനോവിജ്ഞാൻ दोनों में एक दूसरे से संबंधित है. ഒന്ന് മറ്റൊന്നുമായി അടുത്ത ബന്ധമുണ്ട്. ഭാഷ വിചാരവും और ഭാവവും को अभिव्यक्ति करती है. ഭാഷ ചിന്തകളുടെയും ഭാവങ്ങളെയും കുറിച്ച് ചിത്രീകരിക്കുന്നു. ഭാഷാക്കെ പ്രയോഗമേ മനോവിജ്ഞാൻ കാ പ്രഭാവ് ബഹുത് അധിക് ഹോത്താ ഹേ. ഭാഷയുടെ പ്രയോഗത്തിൽ മനോവിജ്ഞാൻ്റെ പ്രഭാവം വളരെയധികം അടുത്തതാണ്. ഭാഷാമേ ധ്വനി തഥാ മൂൽ വികാർ ഹോനെ കാ പ്രമുഖ കാരണം മനോവിജ്ഞാൻ ഹേ. ഭാഷയുടെ ധ്വനിയുടെയും അതിൻ്റെ ആ വികാരത്തിൻ്റെയും പ്രമുഖമായ കാരണം മനോവിജ്ഞാനമാണ്. ഭാഷാ വിജ്ഞാൻ और മാനവ് വിജ്ഞാൻ. ഭാഷാ വിജ്ഞാൻ അല്ലെങ്കിൽ മാനവ് വിജ്ഞാൻ മനുഷ്യശാസ്ത്രം. മാനവ് വിജ്ഞാൻ
के प्रारंभिक अवस्था को लेकर आज तक के विषय वर्णित है. മാനവ വിജ്ഞാനത്തെ മനുഷ്യൻ്റെ ആദ്യം മുതലുള്ള അവസ്ഥയെ തുടങ്ങി ഇന്ന് വരേക്കുമുള്ളതിനെ വിവരിക്കുന്നു. മനുഷ്യക്ക് സാംസ്കൃതിക് പഹലുജ്ഞാൻ കല രീതി റിവാസ് ആദി സെ സംബന്ധിത് ഹെ. മനുഷ്യൻ്റെ സാംസ്കൃതികമായ ആ രീതിയും കല ആചാരവിചാരങ്ങൾ എല്ലാത്തിലും അടുത്ത ബന്ധമാണ്. അതിനെക്കുറിച്ചെല്ലാമാണ് അതിൽ പറയുന്നത്. ഭാഷാ വിജ്ഞാൻ മനുഷ്യക്ക് സാംസ്കൃതിക് പഹലൂസെ സംബന്ധിത് ഹെ. മനുഷ്യൻ്റെ സാംസ്കാരികപരമായ മേഖലയെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ കെ സാത്ത് ഭാഷാ കാ ഭി വികാസ് ഹോത്ത. മനുഷ്യനോടൊപ്പം തന്നെ ഭാഷയുടെയും വികാസം സംഭവിക്കുന്നു. ഇസ്ലിയെ ദോനോം ഏക് ദൂസരെ സെ പ്രഭാവിത് ഹെ. അതിനാൽ ഒന്ന് മറ്റൊന്നുമായി അടുത്ത ബന്ധമുണ്ട്. ഭാഷാവിജ്ഞാൻ और രാജനീതി. ഭാഷാവിജ്ഞാനും പൊളിറ്റിക്സ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഷാവിജ്ഞാൻ और राजनीति पर प्रभाव जरूर पड़ता. जब कभी राजनीति बदलती है तब उसका अवसर निसंदेह ഭാഷ पर पड़ता है. എന്തെങ്കിലും ഭരണപരമായ മാറ്റം വരികയാണെങ്കിൽ അതിൻ്റെ അവസരം നിസ്സന്ദേഹം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അംഗ്രേസി കാ വിശ്വഭർ സ്ഥാൻ പാന ബ്രിട്ടീഷ് സർക്കാർ കെ കാരൻ മാതൃത. ഇംഗ്ലീഷ് ലോകം മുഴുവൻ സ്ഥാനം പിടിക്കുവാനുള്ള കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാരണമാണ്. ഭാഷാവിജ്ഞാൻ और ഭൂഗോൾ. ഭാഷാവിജ്ഞാനും ജോഗ്രഫിയുമായിട്ടുള്ള ബന്ധം. ഭാഷാവിജ്ഞാൻ पर किसी भी देश की भौगोलिक स्थिति और जलवायु का प्रभाव पड़ता. ഭാഷാവിജ്ഞാനിൽ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ ജോഗ്രഫിക്കൽ പരമായിട്ടുള്ളതോ ഭൗഗോളികപരമായിട്ടുള്ളതോ ആ സ്ഥിതിയെ അല്ലെങ്കിൽ അവിടുത്തെ ആ അന്തരീക്ഷത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. അംഗ്രേസ് ആജ് ബി തമിഴ് കോ തമിഴ് നഹീൻ തമിഴ് കഹാ കർത്തേ ഹെ. ഇംഗ്ലീഷുകാർ ഇന്നും തമിഴിനെ തമിഴ് എന്നല്ല തമിഴ് എന്നാണ് പറയുന്നത്. ഭാഷാവിജ്ഞാൻ और സമാജശാസ്ത്ര. ഭാഷാവിജ്ഞാനും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. भाषाविज्ञान पर समाजशास्त्र का प्रभाव पड़ता है. समय समय पर समाज पर पाए जाने वाले परिवर्तन भाषा पर भी पाया पड़ता है. भाषा विज्ञान पर उसका प्रभाव जरूर पड़ता है. ഭാഷാവിജ്ഞാൻ സമൂഹശാസ്ത്രത്തിലാണ് വളരെയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. സമയാസമയങ്ങളിൽ സമാജത്തിൽ നടന്നു വരുന്ന ആ മാറ്റങ്ങൾ ഭാഷയിൽ കാണാനായി കഴിയുന്നു. ഭാഷാവിജ്ഞാൻ पर उसका प्रभाव അതിൻ്റെ ആ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നു. भाषा विज्ञान का संबंध प्रकृति विज्ञान पुरातत्व विज्ञान लिपि विज्ञान आदि शास्त्रों में संबंधित है. ഭാഷാ വിജ്ഞാനെ സംബന്ധിച്ച് പ്രകൃതി വിജ്ഞാൻ പുരാതത്വ വിജ്ഞാൻ ലിപി വിജ്ഞാൻ എല്ലാ ശാസ്ത്രങ്ങളെയും ബന്ധമുണ്ട്. ദുനിയാ കാ സഭി ക്ഷേത്ര ലഗ്ഭഗ് മനുഷ്യക്ക് നികടതം സംബന്ധമേം ഹേ. ലോകത്തിലെ എല്ലാ മേഖലകളിലും മനുഷ്യനുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. മനുഷ്യ और ഭാഷാ കാ സംബന്ധോ നികടതം ഹേ. മനുഷ്യനും ഭാഷയുമായിട്ടുള്ള ബന്ധം വളരെയധികം അടുത്താണ്. ഇസ്ലിയെ ഭാഷാ വിജ്ഞാൻ കാ സംബന്ധ് സബ്സേ ഹേ. അതിനാൽ ഭാഷാവിജ്ഞാനുമായിട്ടുള്ള ബന്ധം വളരെയധികം വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.